ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമ്മൾ പലതരത്തിലുള്ള ക്യോഷൻ തയ്യാറാക്കാറുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇണ്ണിത്തണ്ട് വെച്ചിട്ടുള്ള ക്യോഷാണ്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്ന ടൈമിലൊക്കെ അവരെ നമുക്ക് നെട്ടിക്കുന്ന രീതിയിലുള്ള വെൽക്കം ഡ്രിങ്ക് നമുക്കിതുകൊണ്ട് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയാറെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ ഈ കട്ട് ചെയ്യുന്നത് പോലെ വലിയ കഷ്ണാക്കിയാണ്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ നൂല് കളയണമെന്നും ഈ ടൈമിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ അരിയുമ്പോൾ കിട്ടുന്ന ആ നൂല് കൈകൊണ്ട് ചുറ്റിയെടുത്ത് കളഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വേവിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ നൂലൊക്കെ പോയി കിട്ടും. അപ്പം നിങ്ങൾക്കിത് 6 മാസത്തോളമൊക്കെ കേടുകൂടാതെ തന്നെ എടുത്ത് വെക്കാവുന്ന ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം ഞാൻ ഇത് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 കിലോ ഇണ്ണിത്തണ്ടാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ടൈം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നല്ലപോലെ ഒന്ന് തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് മിക്സിയിൽ അടിക്കാൻ പാകത്തിനായി വരുന്നത് വരെ നമുക്കിത് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ ഇത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവിച്ചെടുത്ത വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുകയും ചെയ്യേണ്ടത്. ഇതിലേക്ക് നമ്മൾ വേറൊരു വെള്ളവും ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നല്ല പോലെ ഒന്ന് അരിച്ചതിൻ്റെ ജ്യൂസ് മാത്രം വേർതിരിച്ചെടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ടും അരച്ച് അതിൻ്റെ ജ്യൂസ് നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടെ അരച്ച് ചേർക്കാനുണ്ട്. നമ്മളിത് ഇണ്ണിത്തണ്ട് അരച്ച കൂട്ടത്തിൽ തന്നെ അരച്ചെടുത്താലും മതി. നിങ്ങളിത് വിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ ഉപയോഗിച്ച് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്ത് വരാം. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത ഇഞ്ചി ഒന്ന് അരിച്ച് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിത് 1 ലിറ്റർ ആണ് എടുത്തത്. അതുകൊണ്ട് തന്നെ 1 കിലോ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് ജ്യൂസ് ആക്കുന്ന ടൈമിൽ ഇതിലേക്ക് വേറെ മധുരമൊന്നും ചേർക്കാതെയാണ് ഇനി ജ്യൂസാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് സിട്രിക് ആസിഡാണ്. ഇത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ഗ്രാം എന്ന തോതിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇതുപോലെ ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ തിളപ്പിച്ച് കൊണ്ടിരിക്കുക. നമ്മളിതിലേക്ക് സിട്രിക് ആസിഡ് ചേർത്തത് കൊണ്ട് തന്നെ ഇത് നമുക്കൊരു 6 മാസം വരെ കേടുകൂടാതെ എടുത്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി നീര് ചേർത്ത് കൊടുത്തത് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇണ്ണിത്തണ്ടിനൊരു ഫ്ലേവറൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി നീര് ചേർത്ത് കൊടുത്തത്. അങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇത് ചൂടാറിയ ശേഷം മാത്രം നമ്മൾ കുപ്പിയിലൊക്കെ അടച്ച് വെച്ച് എടുത്ത് വെക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എങ്ങനെയാണ് നമ്മൾ ജ്യൂസാക്കി എടുക്കുക എന്നും കൂടെ കാണിച്ചു തരാം. അപ്പം ഞാനിതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം.
ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്നടി ഇളക്കി കൊടുത്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലേക്കുള്ള മധുരമൊക്കെ ഇത് കറക്റ്റ് അളവാണ്. വളരെ ഹെൽത്തി ആയ ഒരു ക്യോഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.